നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തരുത്. പൊതു റോഡുകളിൽ, പൊതു വഴികളിൽ നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, വറദ്ദു സലാം, നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ, ഒരഭിവാദ്യം ചെയ്താൽ അതിന് നിങ്ങൾ മറുപടി കൊടുക്കണം. അതും പൊതു സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന മര്യാദയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ബാക്കിയുള്ളവരോട്. മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ അത് നിങ്ങൾ വിലക്കണം. ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിന് നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ആരെങ്കിലും വഴിയറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പൊതു നിരത്തുകളിൽ, റോഡുകളിൽ, വഴികളിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ പാലിക്കാനുള്ള അനേകം മര്യാദകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി പറയുകയുണ്ടായി. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് തന്നെ പൊതു വഴികളെന്നാണ്. വഴികൾ ആരുടെയും സ്വന്തമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഒരു വഴിയിൽ എനിക്കുള്ള അതേ അവകാശം ആ വഴിയിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവരുടെ ആ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് വേണം നമ്മൾ അത്തരം പൊതു ഇടങ്ങൾ ഉപയോഗിക്കാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾ പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഫുൽ അദായാണ്. പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളും അഴുക്കുകളും എല്ലാം കൊണ്ടുപോയി തള്ളാനുള്ള സ്ഥലമല്ല പൊതുസ്ഥലം. അത് ഇന്ന് സാധാരണമായി മാറിക്കൊണ്ടിരിക്കും. ആവശ്യത്തിലേറെ പാചകം ചെയ്യുകയും ആവശ്യത്തിലേറെ വാങ്ങിക്കൂട്ടുകയും അതെല്ലാം ബാക്കിയായി കഴിയുമ്പോൾ കൊണ്ടുപോയി കളയാനൊരു സ്ഥലമില്ലാതെ എല്ലാ ചെറിയ ചെറിയ വീടുകളും പരിസരങ്ങളും ആവുകയും ചെയ്തപ്പോൾ ഇതിനെല്ലാം വഹിക്കേണ്ടുന്ന ബാധ്യത പൊതുസ്ഥലങ്ങൾക്കായി മാറിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങള് എല്ലാവരുടേതുമാണത്, ആരുടെയും സ്വന്തമല്ല. സ്വന്തം പോലെ അതിനെ കാണാനും പാടില്ല എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ബൈന റജുലുൻ യംശി ബിതരീഖിൻ, ഒരിക്കൽ ഒരാള് ഒരു പൊതുവഴിയിലൂടെ നടന്നു പോവാൻ. ആ സമയത്ത് വജദ ഉസ്ന ഷൗഖിൻ, വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുള്ളുവൃക്ഷത്തിന്റെ ശിഖരം ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ അതിനെ, ആ മുള്ളുവൃക്ഷത്തെ അവിടെ നിന്ന് വെട്ടി മാറ്റി ആ വഴി, പൊതുവഴി എല്ലാവർക്കും സഞ്ചാരയോഗ്യമാകാൻ വേണ്ടുന്ന കാര്യങ്ങൾ അയാൾ ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന് ആ മനുഷ്യന്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു, ആ മനുഷ്യന്റെ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അള്ളാഹു തആല ആ മനുഷ്യന്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുത്തു അതിന്റെ പേരിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വചനമാണിത്. വഴികളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ഉപദ്രവമായ സാധനങ്ങൾ നിങ്ങൾ മാറ്റിക്കളയണം. നിങ്ങളുടെ ജോലി അതാണ്. ഒരു സഹാബി പറയുന്നുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ ഒരു നാടിന്റെ ഭരണപരമായ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചപ്പോ എനിക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന് പൊതുവഴികൾ വൃത്തിയായി സൂക്ഷിക്കലും കൂടെ എന്റെ ഉത്തരവാദിത്വമായിട്ട് പറഞ്ഞാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ അയച്ചത് എന്ന് ആ സഹാബി പറയാം. അപ്പൊ ഈ നിലയിൽ കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റോഡുകൾ വൃത്തിയായിരിക്കണം, മറ്റുള്ളവര് പ്രയാസപ്പെടരുത്, നമ്മളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ പ്രയാസപ്പെടരുത് എന്ന് മാത്രമല്ല, മറ്റാരെങ്കിലും റോഡുകളിൽ, പൊതു ഇടങ്ങളിൽ അഴുക്കുകളോ പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇടുകയോ ചെയ്താൽ അതിനെ വൃത്തിയാക്കേണ്ടുന്ന ജോലി ഒരു മുഅ്മിനുണ്ട് എന്ന് മാത്രമല്ല, അതൊരു വ്യക്തിയുടെ ഈമാനിന്റെ ലക്ഷണമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴിയിൽ നിന്നും മനുഷ്യന് ഉപദ്രവമുള്ള സാധനങ്ങളെ, വസ്തുക്കളെ നീക്കിക്കളയല്
അത് സദഖയുടെ പ്രയോജനം അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, അഥവാ ഒരു പുണ്യപ്രവർത്തിയാണ്. അത് ഈമാനിന്റെ ഒരു ലക്ഷണവും കൂടെയാണ്. പൊതുസ്ഥലങ്ങൾ അതിൻ്റെതായ മര്യാദയിൽ പാലിക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്. അത് അവന്റെ ഈമാനിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്കൊരു ഉപദേശം തരണം, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ പാലിക്കാൻ പറ്റുന്നതും ഉപകാരപ്പെടുന്നതുമായ ഒരു ഉപദേശം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്: യഅ്സിലിൽ അദാ മിൻ ത്വരീഖിൽ മുസ്ലിമീൻ. മനുഷ്യർ നടന്നു പോകുന്ന വഴിയിൽ നിന്നും ഉപദ്രവകരമായ വസ്തുക്കൾ, അഴുക്ക് സാധനങ്ങൾ എല്ലാം നിങ്ങൾ എടുത്ത് മാറ്റിക്കളയും. ജീവിതത്തിന്റെ ഒരു മര്യാദയായി, പ്രതിഫലാർഹമായ ഒരു കാര്യമായി നിങ്ങൾ ഇതിനെ സ്വീകരിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മുഅ്മിൻ പൊതുവഴികളെ എങ്ങനെ കാണണം എന്ന ഇടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉപദ്രവകരമായ കാര്യങ്ങൾ അവിടെ നിക്ഷേപിക്കരുത്, അഴുക്കുകൾ അവിടെ നിക്ഷേപിക്കരുത് എന്നതിന്റെ ഉപരിയായി എന്തെങ്കിലും അത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞ് മനുഷ്യന് സമാധാനമായി സ്വൈര്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ പൊതുനിരത്തുകളെ കാണണം എന്നതാണ് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട, സമകാലിക സമൂഹത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. ഓരോ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വീട്ടിലുള്ള അഴുക്കുകളെല്ലാം എടുത്ത് പ്രത്യേകമായ കീസിൽ റെഡിയാക്കി കൊണ്ടുവന്ന് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു പോകുന്നവരൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മൾക്ക് നൽകിയ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായും വിരുദ്ധമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒന്നാമതായി, വസ്തുക്കളൊന്നും ഭൂമിയിൽ അലിഞ്ഞു ചേരുന്നതല്ല. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇങ്ങനെ റോഡിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിലൂടെ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ പല വഴിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതിലൂടെ വമിക്കുന്ന ദുർഗന്ധങ്ങൾ മനുഷ്യന് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ, ഇതെല്ലാം ഒരു മുഅ്മിൻ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റോഡിലുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ മറ്റൊന്ന്, റോട്ടിൽ നമ്മളായി ഉണ്ടാകുന്ന അകാരണമായ തിരക്കുകളാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകമേ അല്ലിത്. ടൗണുകളിലൂടെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളുടെ തിരക്കുകൾ സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ തിരക്കുകളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, കഫുൽ അദാ, നിങ്ങൾ റോഡുകളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മളായി ഉണ്ടാക്കുന്ന തിരക്കുകൾ എത്രയാണ്. പലപ്പോഴും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ മിടുക്ക് കാണിക്കുന്ന സമയങ്ങളാണ്. ആ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയും ആകട്ടെ, അവരെപ്പോഴും വീട്ടിലെത്തിക്കോട്ടെ, എനിക്ക് തിരക്കുണ്ട്. സഹോദരങ്ങളെ, എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും അവരവരുടെ അത്യാവശ്യങ്ങൾക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ അത്യാവശ്യം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ നിരനിരയായി കിടക്കുന്ന വാഹനങ്ങളിലുള്ള മുഴുവൻ മനുഷ്യരും നമ്മളെപ്പോലെ ആവശ്യങ്ങളുള്ളവരാണ്, നമ്മളെപ്പോലുള്ള തിരക്കുള്ളവരാണ്. എന്നെപ്പോലുള്ള മനുഷ്യരാണ് ഈ വാഹനങ്ങളിൽ ഉള്ളതെല്ലാം എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യമായ മര്യാദ പോലും ഇല്ലാത്ത രീതിയിൽ പൊതുനിരത്തുകളിൽ ഇടപെടുന്നവരായി നമ്മൾ എല്ലാവരും തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ പൊതു റോഡുകളിൽ കഫുൽ അദാ, ഒരാളെയും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നാണ്. സമാധാനമായി സ്വസ്ഥമായി ഞാൻ പോകുമ്പോഴേക്ക് റോഡുകളെല്ലാം രാജവീതി പോലെ ഒഴിഞ്ഞു കിടക്കണമെന്ന് വിചാരിച്ച ഈ ലോകത്തിന് സാധ്യമല്ല. സാമാന്യ ബോധമുള്ളവന് മനസ്സിലാകും. അതിനുവേണ്ടി അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ സിഗ്നലുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അതൊരു അധികപ്പറ്റായി തോന്നുകയാണ്.
നാം നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ, അതിൽ നമ്മുടെ മിടുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. ഏത് രീതിയും നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ക്ഷമ പഠിക്കാനുള്ളതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ക്ഷമ തന്നെ നൈസർഗികമായി ഓരോ മനുഷ്യനും ജനിച്ചു പിറന്നു വീഴുമ്പോഴേ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സാധനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, പഠിച്ചാലേ അറിവ് കിട്ടൂ. ക്ഷമ പാലിക്കണം, പരിശീലിച്ചുണ്ടാക്കിയെടുക്കാനുള്ള. നിങ്ങൾക്ക് ക്ഷമ നിങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാ. അറിവ് പഠിക്കാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നില്ലേ? അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കുന്നില്ലേ? അതിനുവേണ്ടി നിങ്ങൾ അധ്വാനങ്ങൾ ചെലവാക്കുന്നില്ലേ? അറിവ് പോലെ പഠിച്ചുണ്ടാക്കേണ്ടുന്ന ഒന്നാണ്, പ്രാക്ടീസ് ചെയ്ത് നേടേണ്ടുന്ന ഒന്നാണ് സബ്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഒരല്പം ക്ഷമ വേണം. പൊതുസ്ഥലങ്ങളിൽ ക്ഷമ വേണം. അത് സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അത് റോഡുകളാകാം, മറ്റ് മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാകാം. ഈ സ്ഥലങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ അഴുക്കുകൾ കൊണ്ട് വിടരുത്. എത്ര നല്ല മര്യാദകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. പൊതുസ്ഥലങ്ങൾ അത് മനുഷ്യരുടെ എല്ലാവരുടെയുമായ പൊതുവായ ഇടങ്ങളാണ്. ആ പൊതുവായ ഇടങ്ങളെ അതിൻ്റെതായ മര്യാദയിൽ നിങ്ങൾ കാണണം. അവിടെ അഴുക്കുകൾ കൊണ്ട് ഇടരുത്. മനുഷ്യർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ അഴുക്ക് ഇടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളാണോ പൊതുവായ ഇടങ്ങൾ, അവിടങ്ങളിലെല്ലാം നിങ്ങൾ അതിന്റെ മര്യാദ പാലിക്കും. ക്ഷമ നിങ്ങൾ പഠിച്ചെടുക്കൂ. ക്ഷമ ജീവിതത്തില് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളെല്ലാം അക്ഷമയോടുകൂടി നേരിടുകയല്ല വേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ കുറച്ചു നേരം നമ്മൾ ക്ഷമയോടെ നമ്മളെ സ്വയം നിയന്ത്രിച്ച് ആ വരികളിൽ നിൽക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ ആ ബാധ്യതയുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കഫുൽ അദാ, നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്താതിരിക്കൂ പൊതുസ്ഥലങ്ങളിൽ. മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാം, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് പൊതുവഴികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൊതുവായ നടക്കുന്ന ഇടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നിങ്ങൾ ലാ തംശി ഫിൽ അർളി മറഹ. നിങ്ങൾ ഭൂമിയുടെ നിഗളിച്ച് നടക്കരുത്, അഹങ്കരിച്ച് നടക്കരുത്. വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായ ഭാഷയിൽ ഈ ഭൂമിയിലൂടെ, ഈ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ മര്യാദയ്ക്ക് നടക്കാൻ 1, 2, 3 സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അഹങ്കരിക്കരുത്. ഈ ഭൂമിയിലൂടെ നിങ്ങളുടെ വാഹനം ഓടിക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടിയല്ല വാഹനം ഓടിക്കേണ്ടത്. ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ പോലും അഹങ്കാരമില്ലാതെ മര്യാദയോടുകൂടി നടക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. വിശുദ്ധ ഖുർആൻ പറയുന്നത് വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ നല്ല അടിമകൾ ആരാണ്? യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിലൂടെ മര്യാദയ്ക്ക് നടക്കുന്നവരാണ്, അഹങ്കരിച്ച് നടക്കുന്നവരല്ല. സഹോദരങ്ങളെ, നമ്മുടെ വാഹനം ഓടിക്കുന്ന രീതി ഇപ്പൊ എങ്ങനെയാണ്? ഈ വേഗത പോലും ഇന്ന് ലഹരിയായി മാറിയിരിക്കും. ലഹരിയെ നമ്മൾ കുറ്റം പറയുമ്പോൾ, ലഹരി പദാർത്ഥങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മളെ എല്ലാം പിടികൂടിയിരിക്കുന്ന ഒരു ലഹരിയുണ്ട്, വേഗത. വാഹനമെടുത്താൽ മര്യാദക്കത് ഡ്രൈവ് ചെയ്യാൻ ശീലിച്ചിട്ടേ ഇല്ല. എങ്ങനെയെങ്കിലും അത് ഡ്രൈവ് ചെയ്യുക, എവിടെയെങ്കിലും ചെന്ന് കയറുക, മറ്റുള്ളവരെ മുഴുവൻ ഭീതിപ്പെടുത്തുക. വേഗത കൊണ്ട് എന്താണ് കിട്ടുന്നത്? മറ്റുള്ളവരെ പേടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളെ നിങ്ങൾ അകാരണമായി പേടിപ്പിക്കരുത്. പേടിപ്പിക്കുന്നത് തെറ്റാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പ്രത്യേകം എഴുതുന്നുണ്ട് കാര്യം. പൊതു ഇടങ്ങളിൽ ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല, അത് സമാധാനത്തോടുകൂടി സഞ്ചരിക്കാനുള്ള വഴികളാണ്. വാഹനങ്ങളുടെ വഴികളുടെ വീതി എത്ര കൂടിയാലും, റോഡുകളുടെ വീതികൾ എത്ര കൂടിയാലും അതും മതിയാകാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്റെ വാഹനത്തിന്റെ ഉപയോഗം മാറിയിരിക്കുകയാണ്. അതിവേഗത ഇന്ന് വലിയ ഒരു അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ രീതികളിലാണ് മനുഷ്യൻ അതിനെ കാണുന്നത്. മഹാനായ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു,
വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. നല്ല അടിമകള് ഭൂമിയിലൂടെ സമാധാനത്തിൽ നടക്കൂ, സമാധാനത്തിൽ സഞ്ചരിക്കൂ, അഹങ്കാരം നിങ്ങൾ ഒഴിവാക്കൂ എന്നാണ് റോഡുകളിൽ നാം പാലിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച് പറഞ്ഞിടത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒന്നാമതായി വൃത്തികെട്ട അഴുക്കുകൾ റോഡിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാതിരിക്കൂ, പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാതിരിക്കൂ. രണ്ടാമതായി ഉപദ്രവകരമായ അത്തരം വസ്തുക്കൾ നമ്മൾ റോഡുകളിൽ കാണുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി മറ്റുള്ളവർക്ക് അതിലൂടെ ഉപകാരം ചെയ്യും. അതിനോടൊപ്പം തിരക്കുകളുടെ ഇടയിലൂടെ കൂടുതൽ അത് തിരക്കാക്കി മനുഷ്യനെ ഉപദ്രവിക്കുന്ന രീതികൾ ഒഴിവാക്കും. റോഡിൽ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ സമാധാനത്തോടുകൂടി അതിന്റെ പിറകിൽ ഒരു മര്യാദ പാലിച്ച് അതിന്റെ പിറകിൽ നിൽക്കാനുള്ള ഒരു സ്വഭാവം, ഒരു ക്ഷമ നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കും. അതിനോടൊപ്പം അതിവേഗത ഒഴിവാക്കും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്ന ചില കാര്യങ്ങളും കൂടെയുണ്ട്. മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകും നിങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ. മൽഹൂഫുകളായ ആൾക്കാർ, ഗതികെട്ടു പോയവർ, ജീവിതത്തിന്റെ വഴികെട്ടു പോയവർ, അവർ പല രീതിയിലായിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കാം, ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും വഴികളിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നെങ്കിലും സഹായം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നവരായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ആവശ്യം, ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആരെയെങ്കിലും നിങ്ങൾ പൊതു ഇടങ്ങളിൽ കാണുകയാണെങ്കിൽ അവർക്കൊരു സഹായം നിങ്ങളുടെ വഴിയായി നൽകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അതിനോടൊപ്പം ആരെങ്കിലും വഴിയറിയാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളോട് വഴി ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നിങ്ങൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമായ രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞു. ഒരു വഴിയിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഒന്ന് തിന്മയായ അരുതാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ പൊതുസ്ഥലങ്ങളിൽ, റോഡുകളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ നിങ്ങൾ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാനപരമായ ഒരു കാര്യം, നമ്മൾ പരമാവധി നമ്മളുടെ വീടുകളിലാണ് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതെന്ന്. ഇൽസം ബൈതക, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇരിക്കൂ. നിങ്ങളുടെ സമയം അധികം ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ വീടുകളിലാണ്. ഭാര്യ മക്കളോടൊപ്പമാണ്, കുടുംബത്തോടൊപ്പമാണ്. പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനാണ്? അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. മനുഷ്യന് സ്വാഭാവികമായും അവന്റെ കച്ചവടപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി, ചികിത്സാപരമായ ആവശ്യങ്ങൾ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളോട് നിങ്ങൾക്ക് മര്യാദയുണ്ട് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിലെ ഒരു മര്യാദയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ അംറു ബിൽ മഅറൂഫ്. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങളുടെ വഴികളിൽ ആ അവസരങ്ങളെ, ആ സന്ദർഭങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് ഏറ്റവും പുണ്യമായ കാര്യമാണ്. ഇന്ന് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചു പോയ ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്ന് നല്ല കാര്യങ്ങൾ പറയാനുള്ള ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം ഒന്നായി മാറി എന്നുള്ളതാണ്. ഇന്ന് ആരുടെ മുമ്പിൽ നിന്നും എന്തും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക്, ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു തിരുത്തലിന്റെ ഒരു ആശങ്കയും വേണ്ടാത്ത രീതിയിൽ എന്തും ചെയ്യാൻ കഴിയുന്നിടത്തേക്ക് സമൂഹം മാറിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായി തന്നെ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒരു നല്ല കാര്യം പറയാനുള്ള അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടവരാണ് ഈ സമുദായം. അങ്ങനെ നന്മകൾ പകർന്നാണ് സമൂഹത്തിൽ നന്മകൾ നിലനിൽക്കേണ്ടത്. അതിനോടൊപ്പം തിന്മകൾ കണ്ടാൽ അതിനെ വിലക്കാനുള്ള ആത്മവിശ്വാസവും ഉണ്ടാകണം, സമൂഹത്തിലെ ഓരോ അംഗത്തിനും ഉണ്ടാകണം. അതും നിങ്ങളുടെ പൊതു ഇടങ്ങളിൽ നിർവഹിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉപദേശിക്കുന്നത് പൊതുസ്ഥലങ്ങൾ അത് എല്ലാവരുടേതും കൂടെയാണെന്നാണ്.
അതൊരു പൊതു ബോധമാണ്, നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന പൊതുവായ ബോധമാണ്. അത് നമ്മൾക്ക് അവകാശമുള്ളതുപോലെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ സ്ഥലങ്ങളുടെ അവകാശങ്ങൾ. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആദ്യമായി നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കൂ. ഗദ്ദുൽ ബസർ, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കൂ അനാവശ്യമായ കാഴ്ചകളിൽ നിന്നും. വളരെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോഡുകളിൽ അനാവശ്യമായ കാഴ്ചകളുടെ പ്രതിഷ്ഠ കൊണ്ടുവന്ന് നാട്ടി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ അതാണ്. ഏതൊരു പരസ്യ പലകയിലും നമ്മൾ കാണുന്നത് ഒരു സംസ്കാരത്തിന്റെ ലക്ഷണങ്ങളല്ല. വലിയ വലിയ വ്യവസായികളോ കച്ചവടക്കാരോ എല്ലാം ആരെങ്കിലും ആണെങ്കിൽ പോലും അവരുടെ പലപ്പോഴും പരസ്യ പലകകളിൽ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. അല്ലെങ്കിൽ ഇസ്ലാം കാഴ്ചയിൽ നിന്നും നിങ്ങൾ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ തരത്തിലുള്ള കാഴ്ചകൾ വലിയ സുന്ദരമായ രൂപങ്ങളിൽ വലിയ വലിപ്പത്തിൽ റോഡുകളുടെ സൈഡുകളിൽ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന അപകടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോഡ് നിയമങ്ങളെ സംബന്ധിച്ച്, പൊതുവഴികളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കൂ എന്നാണ്. അവിടെ നിന്നാണ് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ കാര്യങ്ങളായി എണ്ണി പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണിനെയും നമ്മളുടെ നാവിനെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയും എല്ലാം സമ്പൂർണമായി നിയന്ത്രിക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങൾ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ക്ഷമ നാം തന്നെ പഠിക്കാനുള്ളതാണ്. ക്ഷമയുടെ സ്വഭാവത്തോടു കൂടിയല്ല പടച്ചവൻ ഈ ലോകത്തേക്ക് എല്ലാവരെയും സൃഷ്ടിച്ചു വിടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യതസബ്ബർ, ആരെങ്കിലും ക്ഷമ വളരെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ക്ഷമ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരാൾ ശ്രമിച്ചാൽ അയാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന മഹത്തായ ഒരു ഗുണമാണ് സബർ എന്നാണ്. റോഡിന്റെ തിരക്കുകളുടെ ഇടയിൽ ക്ഷമ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ നാം പെട്ടെന്ന് ചീത്ത വിളിച്ചു പോകുന്നു. ഇതൊന്ന് റോഡിലെ സാധാരണമായ കാഴ്ചകളാണ്. എവിടെങ്കിലുമൊക്കെ വാഹനങ്ങൾ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി നമ്മളുടെ വഴികളിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തണമെന്ന് വിചാരിക്കുമ്പോൾ അവിടങ്ങളിൽ പലപ്പോഴും അസഭ്യം പറയലും പരസ്പരം കുത്തുവാക്ക് പറയലും ഇതെല്ലാം സാധാരണയായി മാറിയിരിക്കുകയാണ്. നമ്മളുടെ നാവിനെ നിയന്ത്രിക്കേണ്ടുന്ന ബാധ്യത നമുക്കാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഏത് തിരക്കിന്റെ ഇടയിലാണെങ്കിലും, ഏത് അത്യാവശ്യത്തിലേക്കുള്ള ഓട്ടപ്പാച്ചിലിന്റെ ഇടയിലാണെങ്കിലും നിങ്ങളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളെല്ലാം റഖീബിന്റെയും അതീദിന്റെയും കൃത്യമായ രേഖപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട് എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ നിലയിൽ കൂടെയെല്ലാം നല്ലൊരു മര്യാദ, നല്ലൊരു സ്വഭാവ ഗുണം, നല്ല ശീലങ്ങൾ നാം പാലിക്കേണ്ടുന്ന ഇടങ്ങളാണ് പൊതുസ്ഥലങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ സന്ദർഭത്തിനും പാലിക്കേണ്ടുന്ന മര്യാദകളെ കൃത്യമായി മനസ്സിലാക്കാനും അത് പാലിച്ച് നല്ല മുഖ്യനായി ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ.